മോനെ ഇന്നൊരു സാധാരണ ഒരു കറി വെക്കുവാണ്. തക്കാളി ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടി അമ്മമ്മ സാധാരണ ചോറിന് വെക്കുന്ന ഒരു കറി. അരിയുന്നുണ്ടേ. ഇതെല്ലാം കഴുകിയിട്ട് വേണം അരിയുന്നത്. അമ്മമ്മ സ്ഥിരം ചോറിനാക്കുന്ന കറി അല്ലേ? സാമ്പാറിന്റെ ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി സാമ്പാർ വെക്കാം പിന്നെ ഒരു ദിവസം. അതെ, അമ്മമ്മ ഇന്ന് അങ്ങ് റേഷൻ പീടിയ പോയതേ ഇല്ലൂ, വേറെ പീടിയയിലൊന്നും പോയില്ല. ഒന്നാമത് വെയിലത്ത് കഴിയുന്നില്ല, എടി എത്തണം, കൊട്ടക്കാനും ചുറ്റണം, ഒരു സാധനം മണിക്കണമെങ്കിൽ. അതെ, പിന്നെ ആടെ ഒന്നും അങ്ങനെ ഇല്ല മോനെ. പീടിയ പോയാൽ ഈ സാമ്പാർ അതൊന്നും കഷ്ണങ്ങളില്ല, പീടിയെല്ലാം വാടിയതുപോലത്തെ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ എന്തെല്ലാം വേണ്ട ആക്കാൻ? ഇത് സാധാരണ അമ്മമ്മ ഒരു ഉള്ളിയും ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങും, അങ്ങനെ പിന്നെ ഒരു പച്ചമുളകും അല്ലേ? അതേ വേണ്ടു. കഴുകട്ട് ഒന്നും കൂടെ കഴുകണം, ഇത് വെറുതെ ഒന്ന് കഴുകുന്നു. അതെ, ഇതിന് വേണം മുറിച്ചിട്ടിട്ടും കഴുകണം, ഒന്നും കൂടി മുറിച്ചിട്ടിട്ട് ഒന്നുകൂടി കഴിക്കോ. നല്ല വെയിലുണ്ടല്ലേ? വെയിൽ അമ്മമ്മയുടെ സാരി കിട്ടിയതുകൊണ്ട് കുറച്ച്. അമ്മമ്മ ഈ ഉള്ളി ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് കഴുകുന്നുണ്ട്. ഒന്നും കൂടെ കഴുകുന്നു. ഇനി അരിയിട്ടില്ലേ, എന്നിട്ട് കഴുകാം ഒന്നും കൂടി. ഇവിടെ നല്ല തണുപ്പുണ്ട് ഇല്ലവനെ. അതെ, അമ്മമ്മ ഈ സാരിയെല്ലാം കെട്ടിയോണ്ടാ തണുപ്പ്. അമ്മ സാരി കെട്ടീനി, അതായത് ഇവിടെ രണ്ടും ഒന്നും കൂടെ ഇതിലെ കെട്ടി സൈത പറയലുണ്ട്. നല്ല ഇതുണ്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാൻ, ഓക്കെ തണുപ്പുണ്ട്. ഉരുളക്കിഴങ്ങ് അരിയിലായി. വേഗം വെച്ചിട്ട് കാണിക്കാം കേട്ടാ. ഈ ചട്ടി തന്നെ ആക്കുന്നത്? ഇതിൽ തന്നെ ആക്കാം. അമ്മമ്മ സ്ഥിരം ചോറിനാക്കുന്ന ഒരു കറിയാണ്, പ്രത്യേകിച്ച് കറിക്ക് പേരൊന്നുമില്ല അല്ലേ? ഉരുളക്കിഴങ്ങ് ഇത് കഴുകണ്ടു. തക്കാളി വെക്കുന്നതാണ്, അത് കഴുകിയിട്ട് അതിൽ ഇട. പിന്നെ ഇത് രണ്ടും അരിയിട്ട് ഇത്രേ വേണ്ടു, കുറച്ചതാ. പീടിയയിൽ നാളെ നോക്കട്ടു പോനെ, കപ്പ കിട്ടുമെന്ന്. അവിടെ കപ്പി ഉണ്ടാവലുണ്ടോ? കപ്പി ഉണ്ടാവുക ഇപ്പം അങ്ങനെ വണ്ടി വരുന്നില്ല എന്ന് ഈ നടിയിൽ ഞാൻ ചോദിച്ചേരം പറഞ്ഞു, വണ്ടി വരുന്നില്ല ഇപ്പം. വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കിയിട്ടുണ്ട്, കപ്പിയില്ലല്ലോ. അതെ, അമ്മമ്മ സാമ്പാറിന് ഇത് വാങ്ങിക്കോ, പിന്നെ അടുത്തേൽ നമുക്ക് സാമ്പാറും വേറെ എന്തെങ്കിലും വറക്കാനും മേടിക്കാം. ആ നീളം പയറില്ല മോനെ, ആ നീളം പയർ മേടിക്കാം. അതിന് അത് പിന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടില്ലേ വറവ്. അതെ, അങ്ങനെ ആക്കും. നമ്മളെ അമ്മമ്മ ഇത് അരിഞ്ഞ് കഴിയാനായി. പച്ചമുളക് അരിയട്ടെ. ഇത് കഴുകണം. തക്കാളി ഇപ്പൊ കഴുകിയേക്കാം. ഇത് ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് ഇതും കഴുകി. നമ്മളെ അമ്മമ്മ ഒന്നും കൂടി കഴുകുന്നുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. മുറിച്ചിട്ട് ആദ്യം കഴുകുന്നതാണ് മോനെ. അതെ അല്ലേ? നല്ലത്, ഒന്നുകൂടി വൃത്തി കഴുകിക്കോ. ഒന്നും കൂടെ കഴുകണം. ഉരുളക്കിഴങ്ങ് അകത്ത് നമ്മൾ ഇപ്പം പുറമേ അല്ലേ കഴുകിയിട്ടില്ല ഉരുളക്കിഴങ്ങ്, അതിൻ്റെ ഉള്ളിൽ കഴുകാം. അതെ, അമ്മമ്മ ഒന്ന് കഴുകിക്കോ. ഭയങ്കര വെയിലടിക്കുന്നുണ്ട്, അതാണ് ഞാൻ ബാക്കോട്ട് വെക്കുന്നത്. പാത്രങ്ങളിൽ ഓരേ അമ്മമ്മേ, ഇനി ബാക്കിയും കൂടി മുറിച്ചിട്ടോ. ഇരുന്നിട്ട് മുറിക്കാം, എന്നാലും മോനെ കിട്ടും. അവിടെ ഞാൻ ഇവിടെ ഇരിക്കാം.
ആ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അമ്മമ്മേ. വെയിലില്ല, കിട്ടുന്നില്ലേ? ശരിക്കും കിട്ടുന്നുണ്ട്, വെയിലൊന്നുമില്ല. മാമി കല്ലുമ്മല് ഇരിക്കാം. ആ അമ്മമ്മ കല്ലുമേലിരുന്നോ. അമ്മമ്മ നല്ലോണം മുറിച്ചിടുന്നുണ്ട് ഇത്. തക്കാളി ഇതിൽ വേറെയൊന്നും ചേർക്കൂല അവനെ. സാധാരണ നമ്മൾ വെക്കുന്നില്ലേ, പറങ്കിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ അമ്മമ്മക്ക് എന്തെങ്കിലും ആരെങ്കിലും വാങ്ങി കൊണ്ടു തരണ്ടേ? ഞാൻ തന്നെ പോണ്ട മോനെ. എല്ലാവരും ചുറ്റിയിട്ട് റേഷൻ പീടിയിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അമ്മമ്മക്ക് കഴിയുന്നില്ല ഒന്നാമത് കൊട്ടക്കാലത്തേക്ക് പോകാൻ. അതാണ് പിന്നെ വാങ്ങാൻ പോവായി. അതെ, സാധനമെല്ലാം വാങ്ങിയാൽ നമുക്കെല്ലാം ഉണ്ടാക്കിക്കൂടെ മോനെ? കുറേശ്ശെ വാങ്ങാട്ടാ. നാളെ വേണ്ടുന്നത് വാങ്ങാൻ പോയിട്ട് അമ്മമ്മ രാവിലെ പീടിയെ പോണം. വെയിലാകുമ്പോ ഒന്നും കഴിയൂല. അതെ, ഇന്ന് ഞാൻ വേഗം പോയിന്, ഒരു 10:30 ആകുമ്പോൾ പോയിന്. എന്നിട്ടും വെയിലത്ത് ആടെന്ന് പറയുന്നുണ്ട്, ഈ വെയിലത്ത് നിങ്ങൾ എവിടെ എത്തണം എന്നെല്ലാം പറയുന്നുണ്ട് റേഷൻ പീടി. അമ്മ കുറച്ച് പരിപ്പ് വാങ്ങിയാൽ മതി. പരിപ്പ് ഉണ്ടെങ്കിൽ സാമ്പാറാക്കല. പരിപ്പും സാമ്പാറിൻ്റെ ഇതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതി മോനെ. ആ പരിപ്പ് ഉണ്ടായാൽ തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് വെക്കാൻ പറ്റും. അതെ, പരിപ്പ് വാങ്ങിക്കോ. ഇനി അമ്മമ്മ ഉണ്ടല്ലോ കരിവേപ്പില പറിക്കണം. ഇതെല്ലാം ഇടട്ട്. അമ്മമ്മ നല്ല വൃത്തിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി അമ്മ പൊടികളെല്ലാം നേരത്തെ ഇത് വെടുത്തി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട് വെച്ചിന്. മുളക് പൊടി, മഞ്ഞപ്പൊടി അതിലേ വേണ്ടു. കുറച്ച് ഉപ്പും അല്ലേ? ഉപ്പ് അതെല്ലാം കഴുകിയിട്ട് ഉപ്പെല്ലാം റെഡിയാക്കി വെച്ചു വൃത്തിയിൽ. ഞങ്ങൾ കരിവേപ്പില പറിച്ചിട്ട് വരട്ടെ രണ്ടെണ്ണം. പിന്നെ അടക്കേണ്ടതാണ് പാത്രം. അകാടെ വെച്ചാൽ വേഗം പറിപ്പിട്ടു. അമ്മമ്മ എന്നാ പിന്നെ കരിവേപ്പില പറിച്ചില്ല, അതിലിട്ടെ. കഴുകീനോനെ കഴുകീനല്ലേ, അതിലിട്ടെ. അത്രയും വേണ്ടല്ലേ? നല്ല മണമില്ലേ ആ കരിവേപ്പില? മണം വരുന്നുണ്ട്. അമ്മമ്മ ഇത്രയും വേണ്ടല്ലേ ഈ കറിക്ക്? അമ്മമ്മ സ്ഥിരം വെക്കുന്ന ഒരു കറി, വേറെ കറിയൊന്നും ഇല്ലാത്തരം കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടേ ആക്കുന്ന ഒരു കറിയാണ്. സ്പൂൺ എടുക്കട്ടെ അതെല്ലാം ഇടാൻ വേണ്ടിട്ട്. പൊടി ഇടാനാ? അടുപ്പില് അമ്മമ്മ നേരത്തെ കത്തിട്ടുണ്ടാവും. അമ്മമ്മ വിറകെല്ലാം പൊറുക്കി വെക്കുന്ന അടുപ്പ് കത്തിക്കാൻ. എല്ലാം അമ്മമ്മ പെറുക്കി കൊണ്ടുവച്ച് നേന്തിയോളം മോൻ വരുമ്പോ അടി ഇടി ഓടണ്ടേ? അതെ, അമ്മമ്മ അടുപ്പിലേക്ക് വിറക് വെക്കാൻ നോക്കുന്നു. കുറെ കഴിയുമ്പോ വെക്കൂലോ അമ്മമ്മ. രാവിലെ വെക്കലൊന്നുമില്ല, വൈകുന്നേരവും കൂടെ കുടിക്കേണ്ടത് കൊണ്ട് എപ്പം നേരം പെയ്താലേ വെക്കരുത്. ഏത് സമയവും എല്ലാവരും കഞ്ഞി കുടിക്കുന്ന സമയത്ത് അമ്മമ്മ ചായ വെച്ച് കുടിക്കലാണ്. കഞ്ഞിയാണ് അങ്ങനെ എപ്പോഴും കഞ്ഞി കുടിക്കുന്നില്ല മോനെ. വേറെ എന്തെങ്കിലും നല്ല സാധനങ്ങളായിരിക്കണം തിന്നാൻ വേണ്ടത്. അമ്മമ്മക്ക് ഈ കഞ്ഞി ചോറിനോട് അത്ര താല്പര്യമേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെ കഞ്ഞി വെക്കൂല മോനെ. അരി പൊങ്ങിച്ചത് അങ്ങനെ റവ ഉപ്പുമാവ് അങ്ങനെയെല്ലാം ആണെങ്കിൽ തിന്നാം. പിന്നെ അതെല്ലാം ഉണ്ടാക്കിയിട്ടേ ഇപ്പൊ അരി പൊങ്ങിച്ചത് ഉണ്ടാക്കിയാലും അത് കുറച്ച് തിന്നിട്ട് ബാക്കി അടിയായില്ല മോനെ. നേരെ കഞ്ഞി വെക്കാൻ കഴിയില്ല. റവ ഉപ്പുമാവെല്ലാം ആക്കിയാൽ അതും അങ്ങനെയാണ്, വൈകുന്നേരം വരെ ഉണ്ടാവും കുറച്ചുണ്ടാക്കിയാൽ. തിന്നുന്നവർക്ക് എല്ലാം തിന്നാൻ പറ്റും. ഇത് എണ്ണയിൽ ആക്കിയിട്ടാണ് ആക്കിയിട്ട് സാധാരണ. അമ്മമ്മേ അടുപ്പത്ത് വെച്ചു അല്ലേ? അടുപ്പത്ത് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അമ്മ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മമ്മ എന്താ പിന്നെ ഒന്ന് അടച്ചു വെക്കണം, അത് കുറച്ച് തിളക്കാൻ.
കൊണ്ടുവന്നത് നല്ല വറക്കണം. ആ എന്നാ പിന്നെ അടച്ചു വെച്ചാ അമ്മമ്മേ. തിളച്ചിട്ട് അമ്മ പൊടിയിടാം. ആ അടച്ചു വെച്ചേ. അമ്മമ്മ നമ്മളെ കറി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി തിളക്കാൻ വരെ കാത്തു നിൽക്കണം. തിളച്ചതിൻ്റെ പൊടിയെല്ലാം ഉണ്ടോ അല്ലേ? ആ തിളച്ചിട്ടാകുമ്പോൾ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക. ആ എന്നിട്ട് നല്ലോണം വെന്തിട്ട് കുറച്ച് വറ്റിയിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങുക. ആ അത് അങ്ങനെ ഈ കറി അത് അത്ര ആക്കാനില്ലേ? ആ അമ്മ ഇത് അടുക്കെല്ലാം വെക്കലുണ്ട് ഒന്നുമില്ലാതെ സമയത്ത് വേഗം ആവാൻ വേണ്ടിയിട്ട്. ആ മറ്റുള്ള പൊടികളെല്ലാം ഇട്ടാൽ അതിൻ്റെതായ കഷണങ്ങളെല്ലാം പിന്നെ ഇടണ്ടേ. ഇതാകുമ്പം ഇത്ര പോലെ കഷ്ണമെല്ലാം വേണ്ട. നല്ലോണം കത്തുന്നുണ്ട്. നമ്മുടെ അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട്. നമ്മളെ അമ്മമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മമ്മ എന്നാന്ന് സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് കഴുകി വെച്ചിരുന്നു. ആ പൊടിയെല്ലാം അതിലിടാൻ വേണ്ടി. ഇടക്കിടെ കൈ വീഴും. അതാണ് വറുക് തൊട്ടിട്ടില്ലേ. തോർത്ത് അലക്കിനി അലക്കിയിട്ട് ഇന്നലെ എടുത്തു. തുളച്ചായിരിക്കോനെ അറിയില്ല. അമ്മമ്മ തുറന്നു നോക്കുന്ന ഈ തോർത്തെടുത്തു. ഇതാ അമ്മമ്മ ഇത് തിളച്ചു വെച്ചിട്ട് തുറന്നു നോക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം വെച്ചതേ ഇല്ലു. ആ തിളച്ചിനി. അമ്മമ്മ മറ്റേ ഇതെടുത്തിട്ടോ എന്നാൽ പൊടി കിട്ടോ. നേരത്തെ എടുത്ത് വെച്ചില്ലേ? കുറച്ച് 1 സ്പൂൺ വരെ. കുറച്ച് മതി. നല്ല പൊടിയാണ്. അതെ എന്നാൽ കുറച്ചിട്ടാൽ മതി. എരിവില്ല പൊടിയാണ്. അതെ എന്നാൽ കുറച്ചിട്ടാൽ മതി. കണക്കായിട്ട് ഇട്ടാൽ മതി. ഇത് മതിയാവും. ആ മഞ്ഞപ്പൊടി ആദ്യം ഇട്ടോ. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതിട്ടോ. മഞ്ഞപ്പൊടി അമ്മ സാധാരണ പോലെ ഇട്ടാൽ മതി. ആ ഇനി മുളക് പൊടിയും കൂടി ഇട്ടോ. നമ്മളെ അമ്മമ്മ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. മതിയമ്മ മുളക് പൊടി മതി. ആ അമ്മമ്മേ ഇനി ഉപ്പ് വാങ്ങിച്ചിട്ട് വെച്ചതുണ്ടാ. അമ്മമ്മ പുതിയൊരു പാത്രം കഴുകിയിട്ട് ഇന്നലെ കഴുകി ഉണക്കിയിട്ട് ഉപ്പിടാൻ. ആ അന്ന് അമ്മമ്മ സഞ്ചിയിൽ കെട്ടി വെക്കലല്ലേ അല്ലേ? അന്ന് അമ്മമ്മ സഞ്ചിയിൽ കെട്ടി വെക്കുമല്ലേ ഇതിന്. ആ അത് മതി. ആ ഉപ്പ് മതി. അത്ര മതി. അമ്മമ്മ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അമ്മമ്മ പൊടിയെല്ലാം എടുത്ത് വെച്ച പാത്രം എല്ലാം എടുത്ത് അടച്ചു വെക്കുവാന്നല്ലേ? അതെല്ലാം അടച്ചു വെച്ചേ. കറി നല്ലോണം തിളക്കുന്നുണ്ട്. ഞാനീ വിറക് ഉള്ളിലേക്കാക്കാം അമ്മമ്മേ. ആ ഇളക്കിക്കോ അമ്മമ്മേ ഇളക്കിക്കോ. ഞാനീ വിറക് ഉള്ളിലേക്കാക്കുന്നു. ആ എന്നാൽ ഇളക്കിക്കോ അമ്മമ്മ ഇളക്കിക്കോ. അമ്മമ്മ ഇതാ കറി ഒന്ന് ഇളക്കുന്നുണ്ട്. വെന്ത് തുടങ്ങിയല്ലേ? ഈ തക്കാളി ഉള്ളിയും വേഗം പോകും. ഉരുളക്കിഴങ്ങ് കുറച്ച് പണിയില്ല. കറി നല്ലോണം തിളക്കുന്നുണ്ട്.
സാധാരണ ഒരു തക്കാളി കറി എന്ന് പറയാം. അതെ, തക്കാളി ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടുകൊണ്ട് അമ്മ. തക്കാളി, ഉരുളക്കിഴങ്ങും, ഉള്ളിയും, പച്ചമുളകും, കരിവേപ്പിലയും. അതെ, അതാണ് ഇന്നത്തെ കറിയിൽ. കറിക്ക് പേരൊന്നുമില്ല അല്ലേ ഈ കറിക്ക്? സാധാരണ ഒരു കറി. അതെ, ഇതെല്ലാം ഇട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങ്, ഉള്ളിയും തക്കാളിയും ഇട്ട ഒരു സാധാരണ കറി, ചോറിന്റെ ഒരു കറി. എളുപ്പത്തിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന കറി. നല്ല ഉച്ചക്ക് കഞ്ഞിയല്ലേ കുടിക്കലും അവനെ. അതെ, ഇപ്പം കഞ്ഞിന്നൊന്നും പറയൂല, എല്ലാവരും ചോറല്ലേ. രാത്രിയും ചോറ്, ഉച്ചക്കും ചോറ്. നമ്മളെല്ലാം കഞ്ഞിയാണ് കുടിക്കാൻ. അമ്മമ്മയോട് പറയും ചോറ് തിന്നോന്ന് ചോദിക്കൂ ആരെങ്കിലും. ഞാൻ പറയും ചോറ് തിന്നിട്ടില്ല, കഞ്ഞി കുടിച്ചു. അങ്ങനെ പറയും. കഞ്ഞി കുടിച്ചില്ല എന്ന് പറയും, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചു എന്ന് പറയും. ചോറ് രാത്രിയല്ലേ ചോറ് തിന്നാന്നും പറയാം അമ്മമ്മ. പണ്ട് നമ്മൾ കഞ്ഞി തന്നെ എപ്പം കുടിക്കുക. രാത്രി മാത്രം ചോറ്, ഉച്ചക്ക് കഞ്ഞിയും കുടിക്കും. അങ്ങനെ പ്രത്യേക കറിയൊന്നും അമ്മമ്മ ആക്കയില്ല. ഒരു വറവ് അല്ലെങ്കിൽ ഒരു പരിപ്പ് അങ്ങനെ വെക്കും കഞ്ഞി. അല്ലെങ്കിൽ ഉണക്ക് വറക്കും. അമ്മ മോരെല്ലാം വാങ്ങില്ലേ? മോര് വെറുതെ കാന്താരി ഇതാക്കിയിട്ട്, കാന്താരി ഞലച്ചിട്ട് മോര് ഉപ്പ് ഇട്ടിട്ട് സാധാരണ മോര് കഴിക്കും, ഒന്നും ചേർക്കാണ്ട്. കാന്താരി ഇല്ലേ? ആ, കഞ്ഞിയിൽ മോര് ഒഴിക്കും, എന്നിട്ട് അതിൽ ഉപ്പിട്ടിട്ട് അതിൽ കാന്താരി ഞലച്ചിട്ടും കുടിക്കും. അതെ, അതാണ് നല്ലത്. ആ, അങ്ങനെയല്ല അമ്മമ്മ കഴിക്കല്. റേഷൻ അരി തന്നെയല്ലേ വെക്കല്? റേഷൻ അരി തന്നെ. മറ്റേ അരി വില കുറഞ്ഞ അരിയല്ലേ റേഷൻ കിട്ടുന്നത്. റേഷൻ അരിക്ക് മറ്റേ റേഷൻ വീടിൽ നിന്ന് കിട്ടുമല്ലോ. ദിവസം കിട്ടുന്നത് മോശം അരിയാ. നല്ല അരി ഉണ്ടാവും. അമ്മ പുറത്തുനിന്ന് അരി ഒന്നും വാങ്ങില്ല. പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് പൈസ ഉണ്ടാ. അരി തീർന്നു എന്ന് പറഞ്ഞിട്ടാ ഇന്ന് പോയിട്ട് വാങ്ങിയത്. ഇന്നലെ വരെ വെക്കാനുണ്ടായി. ഇന്ന് പോയിട്ട് വാങ്ങി. 5 കിലോനെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി അടി ഉണ്ടത്ര വാങ്ങാൻ. വെന്തിന് നോക്കറ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കിയാൽ വെന്തിന്. ബാക്കി വെന്തിണ്ടാവും. ഉരുളക്കിഴങ്ങ് വെന്തിട്ടാണല്ലേ? നോക്കി നോക്കി. കുറച്ചുകൂടി വേവാനുണ്ടല്ലേ? എന്നാ അതിൽ ഇട്ടേ. എന്നാ അടച്ചു വെക്കുന്ന. അടച്ചു വെച്ചേ. അമ്മ ഉരുളക്കിഴങ്ങ് വെന്തിട്ടാന്ന് മറ്റേ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ചെറുതായി അരിയും ചെയ്തു ഉരുളക്കിഴങ്ങ്. അപ്പം ഈ വിറകുന്ന കുറച്ച് ശരിയാക്കി ആയിരിക്കും ചിലപ്പോൾ വേഗം വേകാത്ത. വിറക് നല്ലോണം കത്തുന്നുണ്ടല്ലോ. അല്ല, വിറക് ശരിക്കും ഉള്ളിൽ കത്തുന്നുണ്ടാവില്ല. നമ്മുടെ അമ്മമ്മ വിറകെല്ലാം ശരിക്കും എടുത്തു വെച്ചു. റബ്ബറിന്റെ വിറക് ഇന്നും അത്ര കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നമ്മളെ വളപ്പം തന്നെ ഉറക്കിയതാണ്. അതെ, ഉണങ്ങിയ ഉണ്ടായിനി. അത് മഴ വരുമ്പോൾ എടുക്കാതെ ഇപ്പം ഉണങ്ങിയത് എടുത്തോണ്ടെന്നെ. രാവിലെ പോയിട്ട് കുറച്ച് പെറുക്കിക്കൊണ്ടുവന്നു. ഇന്നലെയും പെറുക്കിക്കൊണ്ടുവന്നു. അത് മതി. അമ്മമ്മേന് പരിപ്പ് വാങ്ങി വെച്ചോ. പിന്നെ സാമ്പാറാക്കാലാ. നാളെ സാമ്പാർ വെക്കാം. പിന്നെ പയറും ഉണ്ടെങ്കിൽ പയറ് വാങ്ങാം, അല്ലെങ്കിൽ വേറെ പടവലെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. മോനെ പടവലങ്ങൊന്നും ഇപ്പം കിട്ടാനില്ല. പീടികയിലില്ല. അമ്മമ്മ പീടികയും കൊണ്ടുപോയി നോക്കി നോക്കറാ. പീടികയിലില്ല. ഞാൻ ഇങ്ങനടിയിൽ പോയിട്ട് ചോദിച്ചു. പടവലൊന്നും ഇപ്പം അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു. ചോദിക്കലുണ്ട് പീടികയിൽ പോകുമ്പോൾ. നാളെയും ആ പീടികയിലൊന്നുമില്ല. ചപ്പാരപ്പടവിൽ മറ്റേ പഴം പച്ചക്കറി പീടിയില്ലേ, ആടെ ഉണ്ടാവും. ആടെ ഉണ്ടാവുമായിരിക്കും. ആടെയെല്ലാം കിട്ടും. നമ്മളെ അമ്മമ്മേരെ കറി ഇടുന്ന് തിളക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചിട്ട് വാങ്ങാനല്ലേ? ആയിട്ടുണ്ടാവും മോനെ ഉരുളക്കിഴങ്ങ്. അതെ അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങട്ടെ. ചോറിന് കൂട്ടാനല്ലേ? എന്നാല് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഒന്ന് കഴിച്ചു കാണിക്കണേ ആയിട്ടാകുമ്പോൾ. അമ്മ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങ് വെന്തിട്ടേ അമ്മമ്മേ അമ്മ ഒന്ന് എടുത്തു നോക്കറ. അത് വെള്ളം പറ്റിയാ? കുറച്ച് ഒഴിക്കുന്നാ?
കുറച്ച് ഒഴിച്ചേ, കുറച്ച് ചാറ് വേണ്ടേ? ആ ഒഴിച്ചേ, ആ മതി. അമ്മ വെന്തിന് നോക്കറാ. ഉരുളക്കിഴങ്ങ് ഒന്നിന് നോക്കി അമ്മ എടുത്തിട്ട് അമ്മ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തിന്നാൻ നോക്കുന്നുണ്ട് വെന്തിനോ. അതെ അല്ലേ? അതെ, കുറച്ചും കൂടി ആവുന്നുണ്ട്. ശരിക്കും ആവും. ഇപ്പോൾ ചാറ് അധികം വേണം, അതുകൊണ്ടാവുന്ന വെള്ളം ഒഴിച്ചല്ലേ? അല്ലെങ്കിൽ ചോറിന് കൂട്ടാൻ ചാറില്ലാതെ. അതെ, കുറച്ച് ചാറ് പറ്റിക്കോട്ട്. ഉരുളക്കിഴങ്ങ് തിന്ന് നോക്കട്ടെ അമ്മ ബദ്ദിനോ നല്ലോണം. ആ തിന്ന് നോക്കോ. ഒന്നിനല്ലേ? നല്ലോണം ബന്ദിനോനെ. അതെ അല്ലേ? ആ അതന്നെ. അപ്പം ഇടക്കിടക്ക് വിറകെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. രസമുണ്ട്, കഷ്ണൻ്റെ രസമുണ്ട്, അന്നേരം ചാറിൻ്റെ രസം ഉണ്ടാവും. ഉപ്പെല്ലാം ഇല്ലേ? എല്ലാം ഉപ്പെല്ലാം കണക്കന്നെ തരൂ. ഞാൻ തിളക്കുന്ന ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ സാരി കെട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇടിയൊന്നും കയ്യിലോനെ. അതെ, ഇവിടെ ഭയങ്കര വെയിലാണ്. ഇങ്ങോട്ടേക്ക് നല്ല വെയിലാ, അതാ അങ്ങോട്ടേക്ക് ഭയങ്കര വെയിലാ. ഇവിടെ സാരി കെട്ടിയോണ്ട് ഇവിടെ തണല് വന്നില്ലേ? മഴ വരുമെങ്കിൽ അതെടുത്തിട്ട് അമ്മ അടുപ്പിനടക്കും. അതെ, ആ ഷീറ്റ് അല്ലേ? ആ, ഈ ടിന്നിന്റെ ഷീറ്റ് അമ്മ അടുപ്പിന് അടക്കാൻ വെച്ചതാണ്. എടുത്തിട്ട് അവിടെ വെച്ചതാണ്. വൈകുന്നേരം എടുത്തിട്ട് അടക്കും. ആ, രാത്രിയായിട്ട് മഴ വന്നാലേ സാരി കെട്ടീന്, എന്നാലും വെള്ളം പോവൂലേ സാരിയില്. ഇത് മൊത്തം അമ്മമ്മ വെട്ടിയ സാരിയാണ് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ. ഇതൊന്നും കാടൊന്നുമല്ല, ഇത് ചെക്കിയാണ്. കാടൊന്നുമല്ല, ഇത് ചെക്കിയാണ്. കാട് എന്ന് വിചാരിക്കും. അതെ, കാടല്ല, പക്ഷെ അത് ചെക്കിയാണ്. ചെക്കി മരുന്ന് ചെക്കി ആണ് ഇത്. മരുന്ന് ഇതിന്റെ പൂക്കള് ചെക്കിപ്പൂവ് കുട്ടിക്ക് പിന്നെ വെളിച്ചെണ്ണയില് തേച്ച് കൊടുക്കും. ആ, തേങ്ങ വെന്തിട്ട് അതിലിട്ടിട്ട് അതാണ്. അതല്ലേ? കുട്ടി ചെറിയ മക്കളിൽ കരപ്പൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാവൂല മോനെ, അതിന് കൊടുക്കുന്ന അതിന് തേക്കും വെളിച്ചെണ്ണയിലിട്ടിട്ട് അതിന്റെ പൂവ്. ആ, പിന്നെ വാങ്ങാമേ, വാങ്ങിക്കോ. ഇതാ നമ്മളെ അമ്മമ്മയുടെ കറി. ഇന്നത്തെ വേറെ പ്ലേറ്റിലേക്ക് ഇടുന്ന ആ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടോ അമ്മ. ഉരുളക്കിഴങ്ങിൽ ഇപ്പൊ എടുത്തു നോക്കിയില്ലേ, അതിൽ തന്നെ ഇട്ടോ. ആ, മാറ്റിക്കോ അമ്മേ. നമ്മളെ അമ്മമ്മ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അമ്മ എന്നാ പിന്നെ അപ്പുറത്തേക്ക് എടുക്കുന്ന കഴിച്ച് കാണിക്കാം. കറി തക്കാളി കറി, ഒറിജിനൽ കറി എന്ന് പറയാ. ഒന്നും അതിൽ ഇടാതെ കറി സാധാരണ. ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടിട്ടില്ലേ? ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും. അമ്മമ്മ ഇത് അങ്ങോട്ടേക്ക് എടുത്തോ, മുമ്പോഴത്തേക്ക് എടുത്തോ, കഴിച്ച് കാണിക്കാലോ. അമ്മമ്മേ, ആ അമ്മമ്മേ, എന്നാ പിന്നെ അമ്മമ്മ ഒന്ന് കഴിച്ച് കാണിക്കോ. അത് ചൂടുണ്ട് മോനെ. അതെയാ? ഭയങ്കര ചൂടാ. കറി കാണിക്കണോ? വേണ്ട, ഇടുന്നു മതി, കാണുന്നുണ്ട്.
അമ്മമ്മയുടെ ഇരുന്നിട്ട് ഒന്ന് കഴിച്ചു കാണിച്ചോ. ഇതാണ് നമ്മുടെ അമ്മമ്മ ഇന്നുണ്ടാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ കറി. ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും പച്ചമുളകും കരിയാപ്പില. ഇത് സാധാരണ ഒരു കറി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. വേറെ ഒന്നും ചേർക്കാതെ തന്നെയാണ് ഈ കറി ഉണ്ടാക്കല്. അതെ അതെ. എന്നാൽ പിന്നെ അമ്മമ്മ ഒരു വർഷം കഴിച്ചിട്ട് നമുക്ക് എന്നാൽ പിന്നെ തീർക്കാം. അതിനുശേഷം നമുക്ക് ഇത് കൂട്ടി ചോറ് കഴിക്കണ്ടല്ലേ. പെട്ടെന്ന് നമുക്ക് ഇന്ന് കഴിച്ചു കാണിച്ചോ. ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളിയിൽ എടുത്തിട്ട് കഴിച്ചോ. ഞാനും വേണമെങ്കിൽ ഒരു വർഷം എടുത്ത് കഴിച്ച് കാണിച്ചു തരാം. ഞാനും ഒരു വർഷം എടുത്ത് കഴിക്കുന്നുണ്ട്. തക്കാളി എടുത്ത് കഴിക്കാം അല്ലേ. ചൂടുണ്ടാവും. ഭയങ്കര ചൂടായി. ഇത് എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ കറി ആയിട്ടില്ലേ. നല്ല കറി തന്നെ. അടിപൊളി കറി. ഇങ്ങനെ നല്ല തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടി എടുത്ത് കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങ് കറക്റ്റ് വേവാടാ. എല്ലാം ഇതിന് കറക്റ്റായി. ഉപ്പ് വരും. ഇത് പിന്നെ നമുക്ക് മാത്രമേ, ഞാനും അമ്മമ്മയെ കൂട്ടുന്നില്ല. പിന്നെ നമ്മൾ കൈയിട്ടിട്ട് എടുക്കുന്നത്. അമ്മമ്മ കൂട്ടുന്നതല്ലേ, അതുകൊണ്ട് അമ്മമ്മ എടുത്തതാണ്. അതെ, ഞാനും അമ്മമ്മയും മാത്രമേ ഈലിലെ കറി കൂട്ടുന്നില്ലോ. അത് പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്തിന്. എന്നാ പിന്നെ നിർത്താല്ലേ അമ്മമ്മ? ഇന്നത്തെ പരിപാടി നിർത്താം. അപ്പൊ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ അമ്മമ്മേ? ഈ കറി അമ്മമ്മ കൈകൊണ്ട് എടുത്തത് അമ്മമ്മക്ക് കൂട്ടാൻ മാത്രം വെച്ചതല്ലേ മോനും. അതെ. അപ്പൊ പിന്നെ ശരി. അതെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഒരു മുട്ട റോസ്റ്റ് ആക്കിയിട്ട് കാണിക്കാം. അതെ. എല്ലാവർക്കും ഒരു ഹായ്. എൻ്റെ തക്കാളി കറി നല്ലതാണെന്ന് എല്ലാവരും അഭിപ്രായം പറയും. തക്കാളി ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ടൊരു കറി. തക്കാളി ഉരുളക്കിഴങ്ങും ഉള്ളി. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അല്ലേ? ഇത് ഇനി കാണിക്കണ വേണ്ട, അമ്മ ഒരു ഹായ് പറഞ്ഞാൽ മതി. മുറ്റത്ത് കാണിക്കണേ. കറിയുടെ കളറെല്ലാം നോക്കട്ടെ. തക്കാളി. അതെ, എന്നാ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം അല്ലേ? ഒരു ഹായ് പറഞ്ഞോ അമ്മ.